ഇതൊരു മോഷണ ശ്രമത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ്. മോഷണ ശ്രമമല്ല, മോഷണം നടത്തിയതാണെന്ന്. ഇത് കുറച്ചാൾ മുന്നേ ഉണ്ടായത്, ഇത് കഴിഞ്ഞ ഒക്ടോബറിൽ എന്തോ നടന്നതാണ്. ഇന്ന് രാവിലെ, അതായത് നവംബർ 12, 2025 നവംബർ 12 നടന്നൊരു വിഷയം കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇത് കാക്കനാട് മെട്രോയുടെ ഫേസ് 2 വർക്ക് നടക്കുന്നുണ്ട്. അവരുടെ ആ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് അടിച്ചുകൊണ്ട് പോകുന്ന ഓരോ സാധനങ്ങൾ. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി കേട്ട്, 2 മാസം മുന്നേട്ട് അവരുടെ ക്രെയിനോ അല്ലെങ്കിൽ JCB അങ്ങനത്തെ വലിയ വണ്ടിയുടെ ബാറ്ററി അഴിച്ചുകൊണ്ട് പോയത്, എന്തോ 3 നാളിൽ അടിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ കേട്ടു. ഇത് നോക്കി, ഇത് കുറച്ച് നാൾ മുന്നേ നടന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ദിവസം, അതായത് നവംബർ 12 നടന്നൊരു വിഷയം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് കാണിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, ഈ മോട്ടർ വെച്ച വണ്ടികളുമായിട്ട് ഇവന്മാരെന്തിനാണ് ഈ വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെയുള്ള ടൈമിൽ ഇറങ്ങണം. ഇവർക്കൊരു സമയം നിശ്ചയിക്കണം, വെളുപ്പിന് 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇവർ വരേണ്ട കാര്യം വന്നില്ല ഈ വണ്ടിയായിട്ട്. ഇത് മോഷ്ടിക്കാൻ തന്നെ വന്നാണ്. പിന്നെ ഇപ്പോൾ എല്ലാം മോട്ടർ വെച്ച വണ്ടിയാണ്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അത് അധികാരികൾ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഭാവിയിൽ നമുക്ക് പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം ഈ ഒരു സൈറ്റിൽ ഇതാണ് അവസ്ഥയെങ്കിലും ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെയൊക്കെ വീടിന് എന്തോരം എന്താ അപകടകരമായ രീതിയിലാണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് താമസിക്കണമെന്ന് ഓർത്ത് നോക്കി. എന്തോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ആയുഷ എടുത്തു തന്നാണ്. ഇത് നോക്കിക്കോട്ടെ, ഇത് ഇന്ന് രാവിലെ നടന്നാണ്ട. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കാണിച്ചത് എത്രയോ പ്രശ്നത്തിലാണ് നമ്മുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് നമ്മൾ തിങ്ങി ജീവിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് എന്തും കാണിക്കാം എന്നുള്ളൊരു നിലവിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയേക്കുന്നത്. പിന്നെ ഈ മോട്ടോർ വെച്ച വണ്ടി അത് നിർത്തലാക്കേണ്ടതാണ്. അത് കാരണം ഇവിടെ നിന്നൊരു ബാറ്ററി കഴിഞ്ഞ അടക്കം നമ്മുടെ വാഴക്കാല ഏരിയയിൽ നിന്ന് ഒരു 4 ബാറ്ററി കൊണ്ടുപോയിട്ട്, കാരണം ഈ മോട്ടറുള്ള വണ്ടി കൊണ്ട് ഇവന്മാർക്ക് എന്തായാലും ഒരു 10-20 കിലോമീറ്റർ എന്തായാലും സഞ്ചരിച്ച് അപ്പുറത്തും ഉണ്ടാവും. അവന്മാർക്ക് ഒരു ഏരിയയിൽ നിന്ന് കടത്താം. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതുപോലെ ഇവർക്കൊരു ടൈം വെക്കണം. ഇപ്പോൾ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് ഇവർ രാത്രി ഇറങ്ങേണ്ട ഒരു കാര്യം വന്നില്ലല്ലോ. രാത്രി ഇറങ്ങേണ്ട ഇത് അടിച്ചു മാറ്റാനും മറ്റു അല്ലെങ്കിൽ മോഷണത്തിനൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി നിർത്തലാക്കാനുള്ളൊരു പരിപാടി, അല്ലെങ്കിൽ ആ മോട്ടോർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടി വഴിക്കണ്ട, അത് നശിപ്പിക്കാനുള്ളൊരു പരിപാടി ചെയ്യണം. അത് ആരാണിത് പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അധികാരികൾ ഉറങ്ങുകയാണോ? കാരണം പലരും ഇത് പോണത് മുഴുവൻ പാവപ്പെട്ടവൻ്റെ വീട്ടിലായിരിക്കും. കാരണം അവൻ്റെ വീട്ടിലായിരിക്കുമല്ലോ മതിലും ഗേറ്റൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാരണം സെക്യൂർഡ് ആയിട്ടുള്ളൊരു വീട്ടിൽ ഇവർ കയറില്ല, അല്ലെങ്കിൽ അവിടെ ക്യാമറയും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സാധാരണക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നടന്ന ഈ വീഡിയോ കൂടി നിങ്ങളെ ഇത് ഉൾപ്പെടുത്തി കാണിച്ചത് അതിന് വേണ്ടിയാണ്. ഇത് ഇനിയും നീട്ടിക്കൊണ്ട് പോയത് വേണ്ടപ്പെട്ട അധികാരികൾ കാണണമെങ്കിൽ വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു നടപടികൾ എടുക്കണം. ഇങ്ങനൊരു വണ്ടി, മോട്ടോർ വെച്ചിട്ട് വണ്ടി അത് നിർത്തലാക്കണം. പിന്നെ അവർക്ക് ടൈം വെക്കാൻ പറ്റുമെങ്കിൽ അതും വെക്കണം. കാരണം പല പ്രശ്നങ്ങളായി. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ പള്ളിയിൽ നിന്നൊരു 2.5 ലക്ഷം രൂപയുടെ എന്തോ കേബിളാണ് അടിച്ചുകൊണ്ടുപോയത്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു, അതും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നോക്കി, അവൻ ആ മോട്ടോർ വണ്ടി കയറ്റിയ സാധനം കൊണ്ടാൽ പിന്നെ കാണില്ല. ഇവർ ഈ സൈറ്റിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും? അത് ഞാൻ നിങ്ങളെ കൊണ്ട് ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ അറിയിക്കണം. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലും നിർത്തലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എന്തായാലും നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.